ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ്റെ ലീലകളാണ്, കുഞ്ഞു കണ്ണൻ്റെ ലീലകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ അങ്ങനെ വളരുകയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് വിശ്വരൂപ ദർശനമാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് അവസാനം വരെ കേൾക്കണം. അങ്ങനെ ഉണ്ണികൃഷ്ണൻ തൻ്റെ ശൈശവം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗോപാലന്മാരുമായിട്ട് ഇങ്ങനെ ഓടി നടന്ന് കളിക്കുന്ന പ്രായമായി. പലതരത്തിലുള്ള കളികളൊക്കെ അവർ കളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഗൃഹത്തിൻ്റെ പുറകുഭാഗത്തേക്ക് കളിക്കാനായിട്ട് പോയപ്പോൾ ഉണ്ണികൃഷ്ണൻ ഒരു കാഴ്ച കാണുകയാണ്. അതായത് തൻ്റെ കൂട്ടുകാർ കുറേ മാമ്പഴമൊക്കെ ശേഖരിച്ചിട്ട് ഒരു പുൽത്തകിടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ അത് കണ്ടുപിടിക്കുന്നു. കൂട്ടുകാരുടെ കണ്ണു വെട്ടിച്ചിട്ട് ഉണ്ണിക്കണ്ണന് അത് മുഴുവനും എടുത്തെന്തു ചെയ്തു? അങ്ങ് ഭക്ഷിച്ചു. കുറേ നേരം കഴിഞ്ഞ് കൂട്ടുകാരൊക്കെ വന്ന് നോക്കിയപ്പോൾ ഒരൊറ്റ മാങ്ങ പോലുമില്ല. എല്ലാം കൃഷ്ണൻ എടുത്ത് കഴിച്ചിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവർ കണ്ടില്ല കൃഷ്ണൻ കഴിക്കുന്നത്, പക്ഷെ അവർക്ക് മനസ്സിലായി കൃഷ്ണനാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ യശോദയുടെ അടുക്കൽ ചെന്നിട്ട് പറയാനും പറ്റില്ല, കാരണം തെളിവില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും യശോദയുടെ അടുക്കൽ ചെന്ന് കൃഷ്ണൻ്റെ തെറ്റുകൾ പറഞ്ഞ് കണ്ണന് 2 അടി കൊള്ളിക്കണം, അതിനൊരവസരം നോക്കി നടക്കുകയാണ് ഈ ഗോപാലന്മാർ. അങ്ങനെ ഒരു കാരണം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് അവർ നോക്കുമ്പം ദാ അവിടെ ഇരുന്ന് ഉണ്ണികൃഷ്ണൻ മണ്ണ് വാരി തിന്നുന്നു. ഹരേ കൃഷ്ണ, നിങ്ങളുടെ മനസ്സിലേക്ക് ദാ ആ മുറ്റത്തിരുന്ന് ഉണ്ണികൃഷ്ണൻ മണ്ണ് വാരി തിന്നുന്ന കാഴ്ച നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ആ സമയത്ത് അവിടെ മാറി നിന്ന് ഗോപാലന്മാർ കൂട്ടുകാർ ഈ കാഴ്ച കാണുന്നുണ്ട്. അവരോടി ചെന്നു യശോദയുടെ അടുക്കലേക്ക്. എന്നിട്ട് യശോദ റാണിയോട് പറയുകയാണ്, അമ്മേ, കണ്ണൻ മണ്ണ് വാരി തിന്നിരിക്കുന്നു. കാരണം കുട്ടികൾ മണ്ണ് വാരി തിന്നാൽ അമ്മമാരടിക്കും എന്നുള്ള കാര്യം ഈ ഗോപാലന്മാർക്ക് അറിയാമായിരുന്നു. അങ്ങനെ അവർ യശോദയോട് ചെന്നിട്ട് കണ്ണൻ മണ്ണ് വാരി തിന്നുന്നു എന്ന് പറയുന്നു. യശോദ പെട്ടെന്ന് തന്നെ ബലരാമനെ ഒന്ന് നോക്കുന്നു. ബലരാമൻ ഒന്നും മിണ്ടിയതുമില്ല. കണ്ണൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നോ ചെയ്തെന്നോ ബലരാമൻ പറഞ്ഞില്ല. യശോദ പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടു കൂടി ഒരു വടി കയ്യിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ആ വടിയും എടുത്തുകൊണ്ട് കൃഷ്ണൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഉണ്ണി, നീ സത്യം പറയണം, മണ്ണ് വാരി തിന്നോ? വേണ്ടാതീനം കാണിച്ചാൽ ഞാൻ നിന്നെ നല്ല തല്ല് വെച്ച് തരും. ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു കയ്യിൽ യശോദയുടെ ഒരു കയ്യിൽ വടിയുണ്ട്, അടുത്ത കൈ കൊണ്ട് ഉണ്ണികൃഷ്ണൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. സത്യം പറയണം, നീ മണ്ണ് തിന്നോ എന്നൊക്കെ ചോദിക്കുന്നു. ഉടൻ തന്നെ ഇങ്ങനെ കള്ളക്കരച്ചിൽ കരയുകയാണ് കൃഷ്ണൻ. എന്നിട്ട് പറയുകയാണ്, ഞാൻ മണ്ണ് തിന്നില്ലമ്മേ, ഈ പിള്ളേർ കള്ളം പറയുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ കുട്ടികൾ പറയുകയാണ്, നുണയല്ല, കണ്ണൻ മണ്ണ് വാരി തിന്നുന്നത് ഞങ്ങളുടെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇങ്ങനെയാണ് പറയുന്നത്. ഇല്ലമ്മേ, നുണയാണ്, എന്നെ തല്ലുകൊള്ളിക്കാൻ വേണ്ടി ഇവർ കള്ളം പറയുന്നതാണ് എന്ന് പറഞ്ഞ് ചുണ്ടൊക്കെ പിളർത്തി ആ പൊന്നോമന ഇങ്ങനെ കരയാൻ തുടങ്ങുകയാണ്. യശോദ ഉടനെ തന്നെ പറയുകയാണ്, എന്നാൽ ശരി, ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ കണ്ണാ, നീ നിൻ്റെ വായൊന്ന് തുറക്ക്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ കണ്ണൻ വാ തുറക്കുന്നില്ല. വീണ്ടും അമ്മ നിർബന്ധിക്കുന്നു. ഉടനെ പറയുകയാണ്, അമ്മേ, പണ്ട് മുതലേ എൻ്റെ വായ്ക്കകത്ത് കുറച്ച് മണ്ണുണ്ട്, അമ്മ അത് കണ്ടാൽ പേടിക്കും, ഇങ്ങനെ പറയുകയാണ്. ഉടൻ തന്നെ യശോദ വീണ്ടും വടിയെടുത്ത് ഇങ്ങനെ ഓങ്ങി. എന്നിട്ട് പറഞ്ഞു, ഉണ്ണി, വാ തുറക്ക്, ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ്. ഉടൻ തന്നെ പേടിച്ചു വിറയ്ക്കുന്ന ഭാവം നടിച്ചുകൊണ്ട്
അഖിലാണ്ട കോടികൾക്കാധാരനായ ആ ചിന്മയമൂർത്തി ഒരു കപട ബാലക രൂപം പൂണ്ടു നിൽക്കുന്ന കൃഷ്ണൻ തൻ്റെ ആ കുഞ്ഞുവായ തുറന്ന് യശോദയെ കാണിക്കുന്നു. യശോദ കൗതുകത്തോടു കൂടി കൃഷ്ണൻ്റെ വായ്ക്കകത്തേക്ക് നോക്കിയപ്പോൾ യശോദ നടുങ്ങിപ്പോയി. ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്നിങ്ങനെയുള്ള 7 ഉപരിലോകങ്ങളും അതലം, വിതലം, സുതലം, രസാതലം, തലാതലം, മഹാതലം, പാതാളം എന്നിങ്ങനെയുള്ള 7 അധോലോകങ്ങളും സപ്തസാഗരങ്ങളും മേരു തുടങ്ങിയ സപ്തപർവ്വതങ്ങളും മഹാനദികളും ദ്വീപ സമൂഹങ്ങളും ചക്രവാളാദ്രിയും സൂര്യനും ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളും അനന്തകോടി ജ്യോതിർഗണങ്ങളും ഇന്ദ്രാദി ദേവഗണങ്ങളും നാരദാദി ബ്രഹ്മർഷികളും പ്രഹ്ലാദൻ, അംബരീക്ഷൻ, ധ്രുവൻ തുടങ്ങിയ ഭക്തജനങ്ങളും സപ്തർഷികളും ത്രിമൂർത്തികളും ത്രിദേവികളും എന്നുവേണ്ട 14 ലോകങ്ങളിലുമുള്ള സർവ സ്ഥാവര ജംഗമങ്ങളും അക്കൂട്ടത്തിൽ അമ്പാടിയും പശുക്കളും ഗോപീഗോപന്മാരും നന്ദഗോപരും തൻ്റെ മുമ്പിൽ വായും പൊളിച്ചു നിൽക്കുന്ന കൊച്ചു ഉണ്ണികൃഷ്ണനും വടിയും പിടിച്ചുകൊണ്ടു നിൽക്കുന്ന തന്നെയും യശോദ നീലക്കാർ വർണ്ണൻ്റെ കൊച്ചുവായിൽ ദർശിക്കുകയാണ്. പേടിച്ചു വിറച്ച് ഒരു നിമിഷം തൻ്റെ കണ്ണുകൾ മുറുക്കി അടയ്ക്കുന്നു യശോദ. എൻ്റെ ഉണ്ണിയുടെ വായിൽ ഈ വിധം സമസ്ത ബ്രഹ്മാണ്ട മണ്ഡലങ്ങളും കാണുവാൻ എന്താണ് കാരണം? ലോകരക്ഷയ്ക്ക് വേണ്ടി സാക്ഷാൽ നാരായണമൂർത്തി എൻ്റെ മകനായി വന്ന് അവതരിച്ചിരിക്കുകയാണോ? കുട്ടിക്കാലം മുതൽക്കേ ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കുമോ? ഇങ്ങനെ ചിന്തിക്കുകയാണ് യശോദ. എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് തന്നെ യശോദ അപേക്ഷിക്കുകയാണ്, പൊന്നുമകനെ, നീ ആരാണ്? അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ കിടന്ന് ഉഴലുന്ന അമ്മയ്ക്ക് വിജ്ഞാനം നൽകുവാൻ നീ ഇത്രമാത്രം മായാവിലാസങ്ങൾ കാണിക്കണമോ? എൻ്റെ പൊന്നോമന കൺമണി, വായടയ്ക്ക്. അമ്മയ്ക്ക് ഭയം വർദ്ധിക്കുന്നു. അമ്മ കൈ നിറച്ചു വെണ്ണ തരാം, വയറു നിറച്ച് പാല് തരാം, വായടയ്ക്കു ഉണ്ണി എന്ന് യശോദ പറയുകയാണ്. മാതാവിൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുകയാണ്. ആ സമയം യശോദ പതിയനെ തൻ്റെ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കുന്നു. അപ്പോഴും ഉണ്ണി വായും തുറന്നു പിടിച്ചു നിൽക്കുകയാണ്. ആ സമയം യശോദ കണ്ണൻ്റെ വായ്ക്കകത്തേക്ക് നോക്കിയപ്പോൾ താൻ ഇതിനു മുമ്പ് കണ്ട കാഴ്ചയൊന്നും കാണാൻ സാധിക്കുന്നില്ല. ആ സമയം യശോദ ചിന്തിക്കുകയാണ്, താൻ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. മായാദേവിയുടെ അത്ഭുത പ്രതിഭാസം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് യശോദ ആ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെയായി പിന്നീട് യശോദയുടെ ഭാവം. കണ്ണനെ ചേർത്തു പിടിച്ച് മടിയിലിരുത്തി പലവുരു ചുംബിച്ചതിനു ശേഷം താലോലിച്ചു അമ്മ. എന്നിട്ട് ധാരാളം പാലും വെണ്ണയുമൊക്കെ മകന് നൽകുന്നു. ഇപ്പം കണ്ണനെ തല്ലും എന്ന് കരുതി നിന്ന ചങ്ങാതിമാരെല്ലാം അതോടുകൂടി നാണിച്ചു പോവുകയും ചെയ്തു. രോഹിണി ബലരാമൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഉണ്ണി, അനുജനെ തല്ലുകൊള്ളിക്കുവാൻ നീയും ചങ്ങാതിമാരുടെ കൂടെ കൂടിയോ എന്ന് രോഹിണി
ബലരാമനോട് ചോദിക്കുന്നു. ബലരാമൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. എല്ലാം അറിയുന്ന രാമൻ ഒന്നും അറിയാത്തവനെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഈ കാഴ്ച കാണുന്നതിനു വേണ്ടി സാക്ഷാൽ ബ്രഹ്മദേവന്റെ പുത്രനായ നാരദമുനി ആ സമയത്ത് ആകാശത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ കാഴ്ച കണ്ട് സായൂജ്യമടഞ്ഞു. എത്രത്തോളം ഭാഗ്യമുള്ളവളാണ് യശോദ എന്ന് ആ നിമിഷം എല്ലാവർക്കും തോന്നുകയാണ്. ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ഈ കഥ ഉപദേശിച്ചു കൊടുത്ത സമയത്ത്, ഈ ഭാഗം ഭാഗവതത്തിലെ ഈ ഭാഗം ഉപദേശിച്ചു കൊടുത്ത സമയത്ത് പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീശുകനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ മഹർഷി, യശോദയ്ക്കും നന്ദഗോപർക്കും ഈ വിധമൊരു പുത്ര സൗഭാഗ്യം ലഭിക്കുവാൻ എന്താണ് കാരണം? എന്തുകൊണ്ടാണ് യശോദയെയും നന്ദഗോപരെയും തൻ്റെ വളർത്തച്ഛനും വളർത്തമ്മയുമായി കണ്ണൻ സച്ചിദാനന്ദമൂർത്തിയായ സാക്ഷാൽ വൈകുണ്ഠമൂർത്തി തീരുമാനിച്ചത്, തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ യശോദയുടെയും നന്ദഗോപരുടെയും പൂർവജന്മകഥ ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇന്ന് നമുക്കൊന്ന് നോക്കാം. പണ്ട് അഷ്ടവസുക്കളിൽ ദ്രോണൻ എന്നു പേരുള്ള ഒരു വസു തൻ്റെ പത്നിയായ ധരയോടുകൂടി അധർമ്മങ്ങളായ പല പാപകർമ്മങ്ങളും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഭൂമിയിൽ ഒരു ജന്മം മനുഷ്യരായി കഴിഞ്ഞുകൂടണമെന്ന് ബ്രഹ്മദേവൻ അവരെ ശപിക്കുന്നു. അവർ ഭക്തിപൂർവം ബ്രഹ്മദേവൻ്റെ തൃപ്പാദങ്ങളിൽ വീണ് തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി മാപ്പു നൽകണമെന്ന് അപേക്ഷിച്ചു. ആ സമയത്ത് ബ്രഹ്മദേവൻ അരുളി ചെയ്യുകയാണ്, ഭൂമിയിൽ പുണ്യകരമായ പശുപാലനം തൊഴിലായിട്ടുള്ള ഇടയകുലത്തിൽ ജനിച്ച് നിങ്ങൾ ദമ്പതികളായി ജീവിക്കുക. ആ സമയത്ത് ധർമ്മമാർഗത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ പരമമായ ആനന്ദ സൗഖ്യത്തോടു കൂടി ചിരകാലം ജീവിച്ചിട്ട് തിരിച്ചു പോന്നുകൊള്ളുക എന്ന് ബ്രഹ്മദേവൻ ഇവരോട് പറയുന്നു. ആ സമയം ദ്രോണര് പിന്നെയും സങ്കടത്തോടു കൂടി പറയുകയാണ്, ബ്രഹ്മദേവ, എന്നും പന്നകശായിയായ പരമാത്മാവായ മഹാവിഷ്ണു ഭഗവാനെ പൂജിച്ചും പ്രാർത്ഥിച്ചും നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി കഴിയുന്ന അടിയങ്ങൾക്ക് ഭൂമിയിൽ ഇടയവർഗത്തിൽ ജനിക്കുവാൻ ഇടവന്നാൽ പിന്നെ എന്താണൊരു ഗതി എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബ്രഹ്മദേവൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ സങ്കടപ്പെടണ്ട, വിഷ്ണുഭക്തരായ നിങ്ങളെ അന്നും വൈകുണ്ഠപതി വേണ്ടവണ്ണം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പുത്രഭാവത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ സദാ ധ്യാനിച്ച് പല വ്രതങ്ങളും അനുഷ്ഠിച്ചിട്ടുള്ളതുകൊണ്ട് അടുത്ത ജന്മത്തിൽ പുത്രഭാവത്തിൽ ഒരു ശിശുവായി അദ്ദേഹം നിങ്ങളെ കുറേ കാലം ആനന്ദിപ്പിക്കും. കൂടാതെ പശുപാലനം ശ്രീഹരി പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൽക്കർമ്മം കൂടിയാണ് എന്ന് നിങ്ങൾ ധരിച്ചു കൊള്ളുക എന്ന് പറയുന്നു. ബ്രഹ്മദേവന്റെ അരുളപ്പാട് കേട്ട് ദ്രോണര് തൊഴുതുകൊണ്ട് വീണ്ടും പറയുകയാണ്, അല്ലയോ ബ്രഹ്മദേവ, അടിയങ്ങളെ അനുഗ്രഹിക്കണം. അടിയങ്ങൾ ഗോപാലവർഗത്തിൽ ജനിച്ച് വർഗ തൊഴിലനുസരിച്ചിട്ട് ജീവിക്കുന്ന കാലത്ത് കുറേ കാലമെങ്കിലും സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ചെറു പൈതലായി അടിയങ്ങളുടെ മുമ്പിൽ വിളയാടി കളിച്ച് കാണുവാൻ ഇടവരുമെങ്കിൽ മനുഷ്യരായി ഒരു ജന്മമല്ല എത്ര ജന്മം വേണമെങ്കിലും ജനിക്കുവാൻ അടിയങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം ബ്രഹ്മദേവനോട് പറയുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം നൽകി അപ്രത്യക്ഷനാകുന്നു. കാലാന്തരത്തിൽ ആ ദമ്പതികളാണ് നന്ദഗോപനും യശോദയുമായി ജനിക്കുന്നത്.
വസുദേവന്റെ പുത്രനായ കൃഷ്ണൻ ഒരു ചെറു പൈതലായി അവരുടെ പുത്രഭാവത്തിൽ ഇവിടെ അമ്പാടിയിൽ ലീലകളാടി അവരെ ആനന്ദിപ്പിക്കുവാൻ കാരണവും ഇവരുടെ ഈ പൂർവജന്മ കഥയാണ്. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ കഥാഭാഗം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഉണ്ണികൃഷ്ണൻ്റെ വിശ്വരൂപ ദർശനം നിങ്ങളിൽ ഭക്തി ഉണർത്തിയോ? അതുപോലെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ രൂപത്തിൽ ഉണ്ണികൃഷ്ണനെ ആരാധിച്ചതിൻ്റെ ഫലമായിട്ട് അഷ്ടവസുക്കളിൽ ഒരാളായ ദ്രോണനും തൻ്റെ പത്നിയായ വസുവും ചില തെറ്റുകളൊക്കെ ചെയ്തു എങ്കിലും സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാൻ നാരായണമൂർത്തി, ഭക്തവത്സലനായ നാരായണമൂർത്തി എത്ര അനുഗ്രഹമാണ് അവർക്ക് നൽകിയത്. അതുകൊണ്ട് എന്നും ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൂടിക്കൊള്ളുക. ഏതു ഭാവത്തിലാണോ ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടം, ആ രൂപത്തിൽ തന്നെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആ രൂപത്തിൽ ഓരോ ഭക്തൻ്റെയും അടുക്കലേക്ക് കൃഷ്ണൻ ഓടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ ചോദ്യം, ഞാൻ ആദ്യം വിവരിച്ച ഭാഗം, അതായത് വിശ്വരൂപ ദർശനത്തിൽ 7 ഉപരിലോകങ്ങളെ പറ്റിയിട്ടും 7 അധോലോകങ്ങളെ പറ്റിയിട്ടും പറഞ്ഞു. അതായത് ഈ 14 ലോകങ്ങൾ എന്ന് നമ്മൾ പറയും. ആ 14 ലോകങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആ ലോകങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്നിങ്ങനെയുള്ള 7 ഉപരിലോകങ്ങളും അതലം, വിതലം, സുതലം, രസാതലം, തലാതലം, മഹാതലം, പാതാളം എന്നിങ്ങനെയുള്ള 7 അധോലോകങ്ങളും. ഇതാണ് ഈ 14 ലോകങ്ങൾ. ഇത് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് പഠിച്ചു കൊള്ളണം. പറ്റുന്ന ആളുകളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇന്നത്തെ ഈ 2 കഥാ സന്ദർഭങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് എന്നും ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുക. നാളെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. എന്താണ് നാളത്തെ കഥാഭാഗം? ഉലൂഖലബന്ധനം. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗമാണ്. ആ ഭാഗത്തിനായി കാത്തിരിക്കുക. മാധവത്തിൻ്റെ കൂടെ എന്നും ഉണ്ടാകണം. നാമം ജപിച്ച് കഥകളൊക്കെ പറഞ്ഞ് ഏകാദശി വ്രതമൊക്കെ അനുഷ്ഠിച്ച് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.